കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് പോയാൽ ടി നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നത്. നന്ദഗോപാൽ, 3 മുന്നണികളും മത്സരിക്കുന്നുണ്ടോ? മൂന്ന് മുന്നണികളും മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് രാവിലെ വരെ BJPയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അല്പസമയം മുൻപ് ഈ മേയറിനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് മുന്നോടിയായി തന്നെ BJP അവരുടെ മേയർ സ്ഥാനാർത്ഥിയായി നമ്പിടി നാരായണനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അദ്ദേഹം പന്നിങ്കര വാർഡിൽ നിന്നുമാണ് വിജയിച്ചത്. മുതിർന്ന നേതാവ് കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതായാലും കോഴിക്കോട് കൗൺസിലിൽ ഇപ്പോൾ നടപടിക്രമങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കൂടിയായ ജില്ലാ കളക്ടർ കൗൺസിലിലേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ കോഴിക്കോട് കൗൺസിലിലെ ഒരു കണക്ക് പരിശോധിച്ചാൽ 35 LDF, 28 UDF, 13 NDA എന്നിങ്ങനെയാണ് കണക്ക്. ഇതിൽ ആർക്കും തന്നെ കേവല ഭൂരിപക്ഷമില്ല. ഇവിടെ മേയറായി വിജയിക്കണമെങ്കിൽ 39 വോട്ടെങ്കിലും ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ ആർക്കും ഇത്രയും വോട്ട് കിട്ടാനുള്ള ഒരു സാധ്യതയില്ല. അതുകൊണ്ട് 2 ഘട്ടമായിട്ടായിരിക്കും കോഴിക്കോട് തെരഞ്ഞെടുപ്പ് നടക്കുക. ആദ്യഘട്ടം തെരഞ്ഞെടുപ്പ് പൂർത്തിയായാൽ അതിൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ ആളെ മാറ്റി നിർത്തുമെന്നുള്ളതാണ്. സ്വാഭാവികമായും BJP ആയിരിക്കും ആദ്യഘട്ടത്തിൽ നിന്നും പുറത്താവുക. പിന്നീട് 2ാം ഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് അന്തിമമായ ഒരു ഫലപ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യുക. ഏതായാലും മറ്റ് അട്ടിമറികളൊന്നും തന്നെ ഇവിടെ പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ചും LDFും ശക്തമായ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അട്ടിമറികളൊന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് LDF ആവർത്തിച്ച് പറയുന്നുണ്ട്. അതേസമയം തങ്ങൾ ഒരു മത്സരത്തിന് നിൽക്കുന്നു എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. ഏതായാലും നടപടിക്രമങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഡെപ്യൂട്ടി മേയറെ തെരഞ്ഞെടുക്കുക. ഇവിടെയും LDFിന് വേണ്ടി S ജയശ്രീയും ഒപ്പം തന്നെ UDFിന് വേണ്ടി ലീഗിന്റെ തെഹ്ലിയും ഫാത്തിമ തെഹ്ലിയും ഒപ്പം NDAയുടെ നവ്യ ഹരിദാസുമാണ് മത്സരിക്കുന്നത്. ഏതായാലും നടപടിക്രമങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ നിർത്തിയ സ്ഥിതിക്ക് 3 മുന്നണികളും മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് വന്ന സ്ഥിതിക്ക് നിലവിലെ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു അട്ടിമറിയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ? നിലവിൽ അത്തരത്തിലൊരു അട്ടിമറിക്കുള്ള സാധ്യത കാണുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും BJP സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം ഇത്തവണ അവർക്ക് പല വാർഡുകളും പിടിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ തവണ 7 പേർ മാത്രമുള്ളതിൽ നിന്നുമാണ് 13ലേക്ക് BJP ഉയർന്നത്. അപ്പോൾ തങ്ങൾ മത്സരത്തിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരു നിലപാട് അങ്ങനെ സ്വീകരിച്ചാണ് BJP നിലവിൽ ഇപ്പോൾ ഈ ഒരു കൗൺസിലിൽ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാമെന്നുള്ള തീരുമാനം സ്വീകരിച്ചത്. പക്ഷേ മറ്റ് അട്ടിമറികൾക്കൊന്നും സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് നേരത്തെ തന്നെ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു തങ്ങൾക്ക് വോട്ട് കുറവാണെങ്കിൽ പോലും BJPയുടെ വോട്ട് തങ്ങൾ സ്വീകരിക്കില്ല എന്നുള്ള കാര്യം. പക്ഷേ തങ്ങൾക്ക് ആരെങ്കിലും ഈ വോട്ട് തന്നാൽ അതിനെ തള്ളിക്കളയില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും കോൺഗ്രസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്തരം ഒരു സാധ്യതകളൊന്നും നിലവിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും അല്പസമയം കൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു വ്യക്തത കിട്ടും. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യഘട്ടത്തിൽ കുറഞ്ഞ വോട്ട് കിട്ടുന്ന BJP 2ാം ഘട്ടത്തിൽ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതും വളരെയധികം നിർണായകമാകും. പ്രധാനമായും ആദ്യഘട്ടത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയായ നമ്പിടി നാരായണൻ കുറഞ്ഞ വോട്ടുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും പുറത്താകും. പിന്നീട് 2ാം ഘട്ടത്തിൽ BJP വോട്ട് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ഇവരുടെ വോട്ട് ആർക്ക് പോകുമെന്നുള്ളതായിരിക്കും വളരെ നിർണായകമായ കാര്യം. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടം കഴിഞ്ഞാൽ BJP വിട്ടു നൽകുമോ എന്നുള്ളത് കൂടെ എല്ലാവരും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുകൂടെ അല്പസമയത്തിനകം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.